രാവിലെ മാമിയാണ് അവനെ വിളിച്ചുണർത്തിയത്. അടിവസ്ത്രം മാത്രമേ അവൻ ഇട്ടിരുന്നുള്ളൂ. രാത്രി എപ്പോഴോ കയ്യിൽ മാറിപ്പോയിരിക്കുന്നു. അവൻ മാമിയെ നോക്കി. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാമി ബ്ലൗസിന് മുകളിൽ തോർത്തിടാതെയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അരഞ്ഞാണം വളരെ വ്യക്തമായി കാണും വിധം കയ്യിൽ താഴ്ത്തി ഇറക്കി കുത്തിയിരിക്കുന്നു. അവനെ അടിമുടി അവരെ ഒന്ന് നോക്കി. ചുരുങ്ങിയിരുന്ന പൗരുഷം വീണ്ടും വീർത്തു പൊങ്ങാൻ തുടങ്ങി. നടുവേദന എങ്ങനെയുണ്ട്? മാമി ചോദിച്ചു. അവൻ കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. കമിഴ്ന്ന് കിടന്നേ, ഞാനൊന്ന് തടവി തരാം. അവൻ കമിഴ്ന്ന് കിടന്നു. ഇത്തവണ മാമി തന്നെ അവൻ്റെ അടിവസ്ത്രം ഒന്ന് താഴേക്ക് മാറ്റി. ഇന്നലെ അവൻ മാറ്റിയതിലും കുറച്ചുകൂടി താഴേക്ക് മാറ്റിപ്പോയി. അവനെ അതിശയിപ്പിച്ചുകൊണ്ട് മാമി കട്ടിൽ കയറി അവൻ്റെ കാലുകൾക്ക് മുകളിലിരുന്നു. അവൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. മാമിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അതേ ഉദ്ദേശം തന്നെയാണോ? മാമി ഒന്നും പറയാതെ എണ്ണ അവൻ്റെ നടുവിലേക്ക് ഒഴിച്ച് തടവാനായി തുടങ്ങി. അവൻ്റെ നടുവിനും താഴേക്കും അവൻ്റെ ചാലുകൾക്കിടയിലേക്കും ഒക്കെ അവരുടെ കൈകൾ ഇഴഞ്ഞു നടന്നു. അവന് ശരീരമാകെ ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. അവർ മുൻപിലേക്കൊന്ന് കുനിഞ്ഞ് തടവാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ മുകളിൽ നിന്ന് വിളിക്കുന്ന ശബ്ദവും കേട്ടു. മാമി പെട്ടെന്ന് ചാടിയിറങ്ങി. ഒരു തോർത്തുമിട്ട് പുറത്തേക്ക് പോയി. അവനാകെ നിരാശ തോന്നി. ഈ അമ്മയുടെ ഒരു കാര്യം. അവൻ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങുമ്പോൾ മാമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മാമി എന്തോ അർത്ഥം വെച്ച് ചിരിക്കും പോലെ തോന്നി അവന്. അവൻ പോകുന്ന വഴി തന്നെ മാമിയുടെ തോർത്തിനിടയിലൂടെ കൈയിട്ട് വയറിനൊരു പിച്ച് കൊടുത്തു. നൊന്തു എനിക്ക്, അഹങ്കാരി ചെക്കൻ. നിൻ്റെ നടുവേദന മാറ്റുന്നുണ്ട് ഞാൻ. രാത്രി ഇങ്ങ് വാ. അവർ കൊഞ്ചാൻ തുടങ്ങി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എത്രയും പെട്ടെന്ന് രാത്രിയായെങ്കിൽ എന്നവൻ ആശിച്ചു പോയി. അന്നത്തെ പകലിന് നീളം കൂടുതലുള്ളതുപോലെയാണ് അവന് തോന്നിയത്. രാവിലത്തെ മാമിയുടെ കലാപരിപാടികൾ ഓർത്തപ്പോൾ തന്നെ മാമി ഇക്കാര്യത്തിൽ ഒരു കേമിയാണെന്ന് അവന് തോന്നിയിരുന്നു. അമ്മ വരാൻ വൈകിയിരുന്നെങ്കിൽ മാമിയുടെ ആപ്പിൾ പഴങ്ങളൊക്കെ ഒന്ന് തിന്നാമായിരുന്നു. അവൻ അമ്മയോട് ദേഷ്യം തോന്നി. അപ്പം അതുപോലെ മാമി പൈപ്പിൻ ചൂട്ടിലേക്ക് പോകുന്നത് കണ്ടു. പിറകെ അവനും പോയി. ഇന്നവന് വലിയ ജാള്യതയൊന്നും തോന്നിയില്ല. ഉച്ച സമയമായതിനാൽ പൈപ്പിന് ചുവട്ടിൽ ആളനക്കം ഒട്ടുമില്ല. അവൻ ചെന്നപ്പോൾ മാമി കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് മാമിയുടെ ബ്ലൗസിൻ്റെ ആദ്യത്തെ ഒരു ഹുക്ക് വിട്ട് കിടക്കുകയാണ്. മുഴുവൻ ഹുക്കും ഇട്ടാൽ തന്നെ പകുതിയും വെളിയിലേക്ക് തള്ളുന്ന മാമിയുടെ ആപ്പിൾക്കുട്ടന്മാർ നല്ലതുപോലെ തെറിച്ചു നിൽക്കുകയാണ്. എന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതെന്ന് എനിക്ക് ഉറപ്പായി. മാമി രണ്ടും കൽപ്പിച്ചാണല്ലോ. എന്താ, വെള്ളം എടുക്കാൻ വന്നതാണോ അതോ വെള്ളം ഒലിപ്പിക്കാനായിട്ട് വന്നതാണോ? മാമി ചോദിച്ചു. അവൻ മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു. എന്താ മാമി, വെള്ളം എടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചതാണേ. അതെ, വെള്ളം എടുക്കാൻ വന്നയാ, അവൻ പറഞ്ഞു. നടുവേദനയുള്ളവർക്ക് വെള്ളം എടുക്കാൻ പറ്റുമോ? ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ പോകാൻ പോലും വയ്യായിരുന്നല്ലോ. അതെ, ഇന്ന് രാവിലെ മാമി തടവിപ്പോൾ കുറച്ച് മാറി കേട്ടോ. ഓ, എന്തൊരു കൈപ്പുണ്യ മാമിക്ക്. അവൻ തിരിച്ചടിച്ചു. ആണോ? അപ്പം മാറിയല്ലേ, ഇനി തടവണ്ടല്ലോ അല്ലേ? ഞാൻ കരുതിയത് രാത്രി ഒന്നുകൂടെ തടവിത്തരാമെന്നാണ്. ഇനിയിപ്പോൾ വേണ്ടല്ലോ അല്ലേ? അയ്യോ, എനിക്കിപ്പോഴും നല്ല വേദനയുണ്ട് മാമി. ഇനി എന്നും രാത്രി മാമിയെ കൊണ്ട് തടവിക്കാമെന്ന് കരുതുക. എന്നും വേണോ? എന്നും തടവിയാൽ അതങ്ങ് തേഞ്ഞു പോവും, പറഞ്ഞേക്കാം. ഏത്? അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. നിൻ്റെ നടുവേ, അല്ലാതെന്താ, മാമി പറഞ്ഞു. ഓ, അതായിരുന്നോ? ഞാൻ കരുതി. അവൻ പറഞ്ഞു മുഴുമിപ്പിച്ചില്ല. നീ എന്താ കരുതിയത്? ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് ഒരാൾ അതുവഴി ബൈക്കിൽ പോയപ്പോൾ മാമി പെട്ടെന്ന് തോർത്ത് പിടിച്ച് നേരെ ഇട്ടു. ആഹാ, അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയായിരുന്നു അല്ലേ? അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു. എന്ത്? അവൾ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാമിയുടെ തോർത്ത് പിടിച്ച് വലിച്ചു മാറ്റി. തെറിച്ചു നിൽക്കുന്ന ആ മാറിടങ്ങളിലേക്ക് നോക്കി പറഞ്ഞു. ദാ ഇത്. ഈ ചെറുക്കൻ ആരെങ്കിലും കാണും ചെറുക്ക, തോർത്ത് തന്നേ. ആരും കാണില്ല അമ്മാവി, ഞാൻ മാത്രമേ കാണുള്ളൂ. അവൻ തോർത്ത് കൊടുക്കാൻ കൂട്ടാക്കില്ല. ഞാൻ പോട്ടെന്നേ ചെക്ക, ഇനി തന്നേ, പിന്നെ കാണിച്ചു തരാം ഞാൻ. പിന്നെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ കണ്ടോളാം, പക്ഷേ ഇപ്പോൾ എനിക്ക് കാണണം, അവൻ കട്ടായം പറഞ്ഞു. ഇപ്പോഴോ? എങ്ങനെ? ഒന്ന് പോ ചെക്ക. മാമി ആകെ തിടുക്കം കൂട്ടി. രാത്രി കാണിച്ചു തരാൻ കൂട്ടാ, എല്ലാം കാണിച്ചു തരാം എൻ്റെ കുട്ടനെ, മാമി കൊഞ്ചി. ഇല്ല, എനിക്ക് ഇപ്പോൾ തന്നെ കാണണം. അവന് വിടാൻ ഉദ്ദേശമില്ല. ദേ, നിൻ്റെ അമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ടേ ചെക്ക, പോവാൻ നോക്ക്, മാമി പറഞ്ഞു. അവൻ അവിടെ തന്നെ നിന്നു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, തോർത്ത് തന്നിട്ട് എൻ്റെ കൂടെ വാ. കാണിച്ചു തരാതെ വരുന്ന പ്രശ്നമില്ല. ഈ നടു റോഡിൽ നിന്നോ, നീ വരുന്നെങ്കിൽ വാ. അതും പറഞ്ഞ് തോർത്തും പിടിച്ചു വാങ്ങി അവർ നടന്നു. അമ്മ നോക്കുന്നുണ്ടോ എന്ന് നോക്കി അവനും അവരുടെ പിറകെ പോയി. ബക്കറ്റും വെള്ളവും അലക്കുകല്ലിനെടുത്ത് വെച്ച് മാമി വീടിനുള്ളിലേക്ക് കയറി. ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കൂടെ അവനും. എന്താ കാണണ്ടേ? അവൾ ചോദിച്ചു. എല്ലാം, അവൻ മറുപടി പറഞ്ഞു. അയ്യടാ, നിനക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പ്രായമാകുമ്പോൾ മാമി പറയാം. അവൻ മാമി ഇറുകെ പുണർന്നു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ അവളൊന്ന് പകച്ചു. തോർത്ത് വലിച്ചു മാറ്റി അവൻ മാമിയുടെ തേൻകുടങ്ങളെ തഴുകി തലോടാൻ തുടങ്ങി. അവൾക്കും ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു. മോനെ, അവൾ ഞരങ്ങാൻ തുടങ്ങി. ഇണക്കുരുവികളെ പോലെ തഴുകി ഒന്നായി അവർ. അവൻ്റെ കരിമ്പിൻ തന്നിൻ്റെ രുചി മാമി നക്കി അറിഞ്ഞപ്പോൾ മാമിയുടെ തേൻപൂവ് അവൻ കുടിച്ചു വലിച്ചു. ഇടിച്ചു കുത്തി പെയ്യുന്ന പേമാരി പോലെ അവരുടെ ശരീരങ്ങൾ മത്സരിച്ചു. ശരീരം മുഴുവൻ തഴുകി തലോടി ഉരച്ചു രസിച്ച അവർ അലർച്ചയോടെ അവരുടെ ഗുസ്തി അവസാനിച്ചു വീണു. രണ്ടുപേരും തളർന്നു വീഴുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞാണ് അവർക്ക് പരിസരബോധം വന്നത്. കഥകൾ മലക്ക് തുറന്നിട്ടായിരുന്നു പകൽ നേരത്തെ അവരുടെ കൂത്ത്. മാമി പെട്ടെന്ന്
എഴുന്നേറ്റു. ആരെങ്കിലും കണ്ടു കാണോ മോനെ? തോർത്തൊക്കെ എടുത്ത് നേരെയിട്ട് അവർ ടെൻഷനിലാണാകെ. ഏയ് ആരും കണ്ടു കാണില്ല മമ്മി, ഈ സമയത്ത് ആര് വരാനാ? ഞാൻ പോവാ, അമ്മ തിരക്കും. പോകും വഴി അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി അടുപ്പിച്ച് ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു അവൻ. രാത്രി വരാൻ ഞാൻ. ഒരു കള്ളച്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി അവൾ അങ്ങനെ നിന്നു. ആദ്യമായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇതുപോലെ ആക്രാന്തം കാണിച്ചല്ലാതെ ശരിക്കും അങ്ങോട്ട് ആസ്വദിച്ച് മാമിയെ പ്രാപിക്കുന്ന കാര്യം മനസ്സിലോർത്തുകൊണ്ട് അവൻ പതിയെ നടന്നു. ഡാ സന്തോഷേ, ആരോ വിളിക്കുന്നത് കേട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. സനലാണ് അവൻ്റെ കൂട്ടുകാരൻ. എന്താടാ നീ എങ്ങോട്ട് പോവാ? സനൽ ചോദിച്ചു. ഞാൻ എങ്ങോട്ടേലും പോവായിക്കോട്ടെ. അതല്ലല്ലോ വിഷയം. നീ എവിടെ നിന്ന് വരുവാ? ഞാൻ എവിടെ നിന്ന് വരാനാ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, സന്തോഷ് പറഞ്ഞു. എവിടെ? അവൻ വീണ്ടും ചോദിച്ചു. അവനെന്തോ മനസ്സിലായിട്ടുണ്ടോ? അവനെന്തോ മനസ്സിലായിട്ടുണ്ട്. അതാണ് അവനിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കുന്നത്. സന്തോഷിന് കാര്യം മനസ്സിലായി. ഞാൻ പോവാ, നീ ഇവിടെ നിന്ന് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക, സന്തോഷ് പറഞ്ഞു. ഡാ, ഇതിനായിരുന്നോ നീ മാമിയെന്ന് വിളിച്ചിട്ട് ആ ചെറുക്കൻ്റെ പുറകെ നടന്നിരുന്നത്? സനൽ എടുത്തടിച്ചങ്ങ് പറഞ്ഞു. സന്തോഷിന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ അറിഞ്ഞിരിക്കുന്നു. അതിന് നാട് മുഴുവൻ അറിയും. എന്ത് ചെയ്യും? അവൻ്റെ തല പുകഞ്ഞു. ഡാ, നീ ഇതാരോടും പറയരുത് പ്ലീസ്. അവ സനലിനെ അനുനയിപ്പിക്കാൻ നോക്കി. ഞാനാരോടും പറയില്ല, പക്ഷേ ഒരു കണ്ടീഷൻ. ഒരു രാത്രി ആ ചെറുക്കനെ എനിക്കും വേണം. ഓ, എന്തൊരു ചരക്കടാ അവള്. സനൽ തൻ്റെ ആവശ്യം പറഞ്ഞു. തെണ്ടിത്തരം പറയുന്നോടാ? അതൊന്നും നടക്കില്ല, അവൻ കട്ടായം പറഞ്ഞു. നടന്നില്ലേ വേണ്ട, രണ്ടിനെ നാണം കെടുത്ത് ഞാൻ. സന്തോഷിന് എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയായി. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം, നീ ആരോടും പറയല്ലേ, സന്തോഷ് അവനോട് റിക്വസ്റ്റ് ചെയ്തു. നീ വഴിയുണ്ടാക്കിയാലേ ഇല്ലേലും രാത്രി ഇന്ന് തന്നെ ഞാൻ വരും. വെച്ചോണ്ടിരുന്ന നീ ഒഴിഞ്ഞു മാറും. നിന്നെ എനിക്കറിയില്ലേ, പിന്നെ ഒന്നും നടക്കില്ല. ശരിയാ, ആറികഞ്ഞി പഴങ്കഞ്ഞി എന്നൊക്കെയല്ലേ നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അളിയ മാമി ഒന്ന് ഒരുക്കി നിർത്തിയേക്ക്, ഞാൻ രാത്രി വരാം. ഇന്ന് നമുക്ക് അത്താഴം ഒരുമിച്ച് കഴിക്കാം. അതും പറഞ്ഞ് സന്തോഷിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സനൽ പോയി. നിൽക്കുന്നിടം താഴ്ന്നു പോകുന്നത് പോലെ സന്തോഷിന് തോന്നി. എന്തേലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവൻ ആകെ നാണം കെടുത്തും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. മാമിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് സങ്കടവും വരുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നുപോയി.